ബി ധനപാലൻ. കഴിഞ്ഞ 50 വർഷക്കാലമായി വർക്കലയിൽ പൊതുരംഗത്തും രാഷ്ട്രീയ മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. രണ്ട് ടേം ഞാൻ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ നേതൃത്വം കൊടുത്തയാളാണ്. വർക്കലയ്ക്ക് ഒരു സമഗ്രമായ വികസനമാണ് എൻ്റെ മനസ്സിലുള്ളത്. വാക്കുകളേക്കാൾ പ്രവർത്തികൾ സംസാരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള നേതാവ്. സ്ഥാനമാനങ്ങളെക്കാൾ ജനസേവനത്തിന് മുൻഗണന നൽകിയ കോൺഗ്രസിന്റെ കരുത്തനായ പോരാളി. ബി ധനപാലൻ എന്ന പേര് വർക്കലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സഹനത്തിന്റെയും ജനകീയതയുടെയും അടയാളപ്പെടുത്തലാണ്. നമസ്കാരം, ഞാൻ ബി ധനപാലൻ. കഴിഞ്ഞ 50 വർഷക്കാലമായി വർക്കലയിൽ പൊതുരംഗത്തും രാഷ്ട്രീയ മേഖലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എൻ്റെ ഇക്കാലത്തെ പൊതുപ്രവർത്തന കാലയളവിൽ ജാതിമത വ്യത്യാസമില്ലാതെ സർവ്വ ആളുകളുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾ, സമരവീര്യ പോരാട്ടങ്ങളിലും കയർതൊഴിലാളി മേഖലയിൽ കയർതൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ അക്ഷീണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചതാണ്. കേരള രാഷ്ട്രീയത്തിലെ അതികായരായ വയലാർ രവി, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, വി എം സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവർ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച അതേ ആവേശകരമായ കാലഘട്ടത്തിലാണ് ധനപാലനും തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. വെറും 19ാമത്തെ വയസ്സിൽ വെട്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റ അദ്ദേഹം KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹി എന്നീ നിലകളിൽ തന്റെ സംഘടനാ പാടവം തെളിയിച്ചു. ഞാൻ അതിനുശേഷം കോൺഗ്രസിൻ്റെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി വന്നു. എൻ്റെ കുട്ടിക്കാലത്താണ്. എനിക്കന്ന് 19 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഞാൻ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തു നിൽക്കുമ്പോഴാണ് കോൺഗ്രസിൽ അന്ന് യുവജനങ്ങളും അതുപോലെ മുതിർന്ന തലമുറയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അന്നത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ്. ആ കാലത്ത് എനിക്ക് മണ്ഡലം പ്രസിഡൻ്റാകാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ എൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിരവധി പടവുകളിലൂടെ കയറിപ്പോവുകയുണ്ടായി. നിലവിൽ വർക്കല നിയോജക മണ്ഡലം UDF ചെയർമാനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ നിർണായകമായ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. KPCC മെമ്പർ, വർക്കല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹി, കയർ തൊഴിലാളികളുടെ സമരനായകൻ. കയർ മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി സമരമുഖത്ത് ബി ധനപാലൻ സജീവമായിരുന്നു. തൊഴിലാളി വർഗത്തിന്റെ നീതിക്ക് വേണ്ടി 14 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ച ചരിത്രം അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ തെളിവ് തന്നെയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്കൊപ്പം സമരഭൂമിയിൽ ഉറച്ചുനിന്ന ആ ദിനങ്ങൾ അദ്ദേഹത്തെ നാടിന്റെ പ്രിയപ്പെട്ട നേതാവായി വളർത്തി. വർക്കലയുടെ വികസനത്തിന് വേണ്ടി അതുപോലെ തന്നെ ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി 1994 പഞ്ചായത്ത് പ്രസിഡൻ്റ് ആദ്യമായി വരുന്നത്. അതിനുശേഷം ഞാൻ 2005 വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായി വരുന്നു. അങ്ങനെ 2010 ആ ടേം അവസാനിക്കുന്നു. 2 ടേം ഞാൻ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ നേതൃത്വം കൊടുത്തയാളാണ്. കുടിവെള്ള പ്രശ്നമായിരുന്നാലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം. പഞ്ചായത്ത് അന്ന് ഒരു പൈസ പോലും ഇല്ലാതെ ബാധ്യതയിൽ കിടക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ അധികാര വികേന്ദ്രീകരണ പദ്ധതി നടപ്പിലാകുന്നത്. 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച കാലഘട്ടം വെട്ടൂരിന്റെ സുവർണ കാലം തന്നെയായിരുന്നു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പഞ്ചായത്തിന് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെയാണ്. നാടിന്റെ വളർച്ചയ്ക്ക് കുതിപ്പേകിയ പുത്തൻചന്ത മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കിയതിലും അദ്ദേഹത്തിന്റെ പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. വർക്കല എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ടൂറിസം മേഖലയാണ് പ്രധാനമായി. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് അദ്ദേഹം സമാധിയടഞ്ഞ ശിവഗിരിയും അതുപോലെ തന്നെ വർക്കല പുരാതനമായ വർക്കല ടെമ്പിൾ, ജനാർദ്ദന സ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന വർക്കലയ്ക്ക് ബൃഹത്തായ ഒരു വികസന പദ്ധതി ഇതുവരെയും ആരും നടപ്പിലാക്കി കാണുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വർക്കലയ്ക്ക് ഒരു സമഗ്രമായ വികസനമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ നിലയിൽ നമുക്ക് ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതകളാണ്. അത് വളരെ പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയും. അതിനാവശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകാനും എനിക്ക് കഴിയും. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കോ സോഷ്യോളജി വിഭാഗത്തിൽ നിന്നും അസിസ്റ്റന്റ് പ്രൊഫസറായി വിരമിച്ചതാണ് ഭാര്യ. ഏകമകൾ MBA ബിരുദധാരിയാണ്.
മരുമകൻ ബിടെക് MBA ബിരുദങ്ങൾ നേടി ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നു. മണ്ഡലത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ധനപാലന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പിന്നാമ്പുറ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേര് സജീവമായി ഉയർന്നു കേൾക്കുന്നുമുണ്ട്. വർക്കലയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഇക്കുറി അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തിയേക്കും എന്ന സൂചനകളാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.